പരിപാടി എന്നറിയാമോ? ഇന്നിപ്പോൾ കാരണം ഒരു ചെറുതായിട്ടൊക്കെ മഴയൊക്കെ ചാറി തുടങ്ങിയപ്പോൾ ഞാൻ വജുവിനോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ നെപ്പന്തസിനെ ഒന്ന് കാണിച്ചാലോ. കാരണം നെപ്പന്തസിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥ ഈ ഒരു തണുത്ത കാലാവസ്ഥയാണ്. ഇപ്പോൾ പറ്റിയൊരു ക്ലൈമറ്റാണ് കേട്ടോ. നെപ്പന്തസ് പ്ലാന്റ് ഒക്കെ വാങ്ങുന്ന സുഹൃത്തുക്കൾക്ക് പറ്റിയൊരു ക്ലൈമറ്റാണ് ഇപ്പം. കാരണം ഇപ്പോൾ ഒരു തണുത്ത അന്തരീക്ഷമാണ് അല്ലേ. വേനൽ മഴയാണെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു തണുത്ത ഒരു അന്തരീക്ഷം ഉള്ളിടത്ത് തന്നെ നമ്മുടെ പ്ലാന്റിനെ കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. എയർ പാസ് ചെയ്യുന്ന സ്ഥലമായിരിക്കണം, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ എൻ്റെ ഈ മാവിൻ്റെ സൈഡിൽ കുറച്ച് പോർഷനൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറില്ലേ, എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് എൻ്റെ ഈ ഒരു നെപ്പന്തസിൻ്റെ ഈ കോർണർ കേട്ടോ. മൊക്കാറൊക്കെ ഇരിക്കുന്ന ഒരു സ്പേസിൽ അത്യാവശ്യം നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടില്ല, പക്ഷേ ഇതൊരു ചാഞ്ഞ സൺലൈറ്റ് കിട്ടും. നമ്മുടെ പ്ലാന്റ് നല്ല ലഷായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, പ്ലാന്റ് വാങ്ങുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം. നെപ്പന്തസ് പ്ലാന്റിൻ്റെ ഈ ക്യാപ്പിലെ ലേശം വെള്ളം നമ്മളിങ്ങനെ എപ്പോഴും നിർത്തിയേക്കണം. നമ്മുടെ ഈ പ്ലാന്റ് ഷ്രിങ്ക് ആവാണ്ട് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് നോക്കി. ഞാനിങ്ങനെ നോക്കി, ഇതിൽ നിന്ന് ചെറിയ ഉറുമ്പുകളും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം ശരിക്കും നമ്മുടെ പഴയ കാർണിവോറസ് പ്ലാന്റിൻ്റെ ഒരു ഫാമിലിയിലുള്ള ഒരു നല്ലൊരു പ്ലാന്റാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണ് കേട്ടോ ഇത്. ഇത് കാണുമ്പോഴേ നമ്മുടെ ആ കുട്ടിക്കാലം, നമ്മുടെ പഴയ ക്ലാസ്സുകളിലേക്കൊക്കെ എവിടെയോ ഓടി ചെല്ലുന്നത് പോലെ തോന്നും. നല്ല ഭംഗിയുള്ളതാ നോക്കി. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഓക്കെ, ബൈ.